സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ ജനം വിധിയെഴുതുമെന്ന് PK ബഷീർ MLA. ചുങ്കത്ര ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ്മി തോമസിന്റെ ചാലിയാർ പഞ്ചായത്ത് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചുങ്കത്ര ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ്മി തോമസിന്റെ ചാലിയാർ പഞ്ചായത്ത് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന്റെ അഴിമതിക്കും ജനവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ ജനം വിധി എഴുതും. ജില്ലയിൽ UDF വലിയ മുന്നേറ്റമുണ്ടാക്കും. ഏറനാട് മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലും ഇക്കുറി UDF അധികാരത്തിൽ വരുമെന്നും 2020 നഷ്ടപ്പെട്ട എടവണ്ണ പഞ്ചായത്ത് ഇക്കുറി തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി എല്ലാ ഗ്രാമപഞ്ചായത്തും, മുനിസിപ്പാലിറ്റിയും, ജില്ലാ പഞ്ചായത്തും, ബ്ലോക്ക് പഞ്ചായത്തും ഞങ്ങൾ തൂത്തുവാരും. CPM എന്ന് പറഞ്ഞാൽ LDF ഒരു മുന്നണി മലപ്പുറം ജില്ലയിൽ ഉണ്ടാവില്ല. എല്ലാം സ്വന്തമായി ചിഹ്നത്തിന് സ്ഥാനാർത്ഥിയില്ലല്ലോ. എല്ലായിടത്തും കോൺഗ്രസ് നിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ലീഗിൽ നിന്ന് ഒറ്റയും തെറ്റില്ല അഭിപ്രായ വ്യത്യാസമില്ല ആൾക്കാരെ കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥിയാക്കരുത്. എന്താ സ്വന്തം പാർട്ടിക്കാരെ സ്ഥാനാർത്ഥിയാക്കരുത്? ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനമൊക്കെ പറഞ്ഞാൽ ഈ പാർട്ടിക്കാരൻ്റെ ഒരു അംഗീകാരമല്ലേ? ആ പാർട്ടിക്കാരൻ്റെ അംഗീകാരം കിട്ടാത്ത അവൻ്റെ 30-40 കൊല്ലത്തെ പൊതുപ്രവർത്തനത്തിൽ ഒരു പാർലമെൻറ്റ് സംവിധാനത്തേക്ക് വരാൻ അവന് കഴിയാതെ ഇന്ന് രാവിലെ വരുന്നവരെ നാളെ രാവിലെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. എവിടെ പോയി CPM അധപ്പതിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാന വിഷയം ഒന്ന്, കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കേരളം കട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത്. വിശ്വാസികളുടെ ശബരിമല പോലുള്ള ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസപരമായിട്ടുള്ള അവിടെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായ ശബരിമല, അവിടെ പോയിട്ടല്ലേ CPMൻ്റെ ജില്ലാ സെക്രട്ടറി അംഗമായ പത്മകുമാർ അടക്കമുള്ളവർ ദ്വാരകപ്പാളിയും അതുപോലെ തന്നെ വാതുകട്ടിലൊക്കെ സ്വർണ്ണം പൂശിയതൊക്കെ സ്വർണ്ണിലതൊക്കെ ചെമ്പാക്കി മാറ്റിക്കാണ്ട് അടിച്ചു മാറ്റിയത്. എന്നിട്ട് അതിന് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടും അത് ആരോപണ വിധേയനാണെന്ന് പറയുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് നമ്മൾ എന്ത് പറയണം? 33 ഡിവിഷൻ ഐക്യ ജനാധിപത്യത്തിന് വിജയിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. എവിടെയും അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യമുള്ള സംസ്ഥാനത്തൊട്ടാകെ ഒരു ഹോളാണ്. നിങ്ങൾ എടുത്തു നോക്കുന്നുണ്ട്. പഞ്ചായത്ത് ഏറനാട് മണ്ഡലത്തിലെ 7 പഞ്ചായത്തും ഐക്യ ജനാധിപത്യം. കഴിഞ്ഞ പ്രാവശ്യം ഒരു പഞ്ചായത്ത് ഇടവണ്ണ പോയിരുന്നത്, അത് അസംബ്ലിക്ക് 4500 വോട്ട് എനിക്ക് ലീഡുണ്ടായിരുന്നു. അവിടെയും കിട്ടും. ഈ ചാലിയാർ പഞ്ചായത്ത്, ഇപ്പോൾ ഞാനിപ്പോൾ ചാലിയാർ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് വന്നത് ആയാണുപോയിൽ ഇവിടെ നല്ല ഒരു അനുകൂലമായ കാറ്റാണ്. മനോരമ മേഖല ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏറനാട് സമ്പൂർണ്ണ വിജയം. 7 പഞ്ചായത്തും ഐക്യ ജനാധിപത്യത്തിന് തൂത്തുവാരും. ചുങ്കത്ര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF ഉജ്ജ്വല വിജയം നേടും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ വിഷയത്തിൽ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും PK ബഷീർ MLA മറുപടി നൽകി. രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ മാഞ്ഞു പോകുന്നു. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലേ? മനുഷ്യന്മാർ ഓരോ വ്യക്തിപരമായ ഓരോരുത്തരാൾ ചെയ്യുന്ന തെറ്റും ഇതോ അല്ലല്ലോ. മറ്റേതല്ലല്ലോ. മറ്റേ പ്ലാൻഡാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡിന്റെ കമ്മിറ്റി, ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി, അതിനോടനുബന്ധിച്ചുള്ള ആളുകൾ, നമ്മൾ അപ്പുറത്തുള്ള CPMൻ്റെ പല നേതാക്കന്മാരുണ്ടായല്ലോ. ഇടിവാങ്ങാൻ നടപടിയൊന്നും വന്നിട്ടില്ലല്ലോ. കോൺഗ്രസ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? ചുങ്കത്ര ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ്മി തോമസ്, ഇടിവണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി റസിയ മാട്ടയിൽ, വാളാംതോട് വാർഡ് സ്ഥാനാർത്ഥി അനീഷ് അഗസ്റ്റിൻ, UDF നേതാക്കൾ, പ്രവർത്തകർ എന്നിവരും പ്രചരണ പരിപാടിയിൽ ഉണ്ടായിരുന്നു. A+ വിഷൻ, ചാലിയാർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.